എല്ലാ ഹാജിമാരോടും എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് എല്ലാവരോടും ഞാൻ പറയുന്നു, ഇതെല്ലാവരിലേക്കും എത്തിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. ഇത് ക്ലിപ്പാക്കിയിട്ട് കഴിയുന്നവരൊക്കെ ഇതിനെ സേവ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇത് എല്ലാവരിലേക്കും എത്തിക്കണം. ഹജ്ജിന് വരുന്ന പ്രായമായ ഉമ്മമാരെ ഒരു മക്കളും ഒറ്റക്ക് വിടരുത്, ദയവ് ചെയ്ത് വിടരുത്. നിങ്ങളുടെ ഉമ്മമാരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി അല്പം പണമോ സ്ഥലമോ ഒക്കെ വെക്കേണ്ടി വന്നാലും സാരില്ല. നിങ്ങളുടെ ഉമ്മയുടെ ആഗ്രഹം ഹജ്ജ് ചെയ്യാനാണ്. ആ ഉമ്മയെ നിങ്ങൾ ഒറ്റക്ക് പറഞ്ഞയക്കരുത്, ദയവ് ചെയ്ത് പറഞ്ഞയക്കരുത്. എത്രയോ വയസ്സായ ഉമ്മമാര് അവര് അറഫയിൽ നിന്ന് വന്നിട്ട് ഈ മിനയില് റൂം കിട്ടാതെ അവര് തെരഞ്ഞ് കണ്ണിലൂടെ കണ്ണുനീറുകൾ ഒഴുക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ ആളുകളെ കണ്ടു. അവരോടൊക്കെ ചോദിക്കും, അവരുടെ കൂടെ ആരുമില്ല, വയസ്സായ ഉമ്മയാണ്. എങ്ങനെ നമ്മളാണെങ്കിൽ ഓൾറെഡി നമ്മള് പരിശുദ്ധമായ അറഫയിൽ നിന്ന് വന്ന് മുസ്ദലിഫയിലേക്ക് വന്ന് മുസ്ദലിഫയിൽ നടന്നിട്ടാണ്, ക്ഷീണിച്ചിട്ടാണ് നമ്മൾ മിനയിലേക്ക് എത്തുന്നത്. നമ്മളെ കൊണ്ടെന്ത് ചെയ്യാൻ പറ്റും? നമുക്കാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ നോക്കേണ്ടി വരും. ഈ ഒരു പ്രത്യേകമായ സാഹചര്യം എല്ലാവരും കണക്കിലെടുക്കണം. ദയവ് ചെയ്ത് ഹജ്ജിനെ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, 4-5 സ്ത്രീകൾ ഒന്നിച്ചു കൊടുക്കുന്നു, ആ 4-5 സ്ത്രീകൾ ഒന്നിച്ച് ഹജ്ജിന് വേണ്ടി വരുന്നു. അവരെന്താണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ശരിയാകുന്നുണ്ടോ, അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ, അവർക്ക് അതിനൊക്കെ കഴിയുന്നുണ്ടോ, അവരെന്താണ് ചെയ്തത്, എവിടേക്കാണ് അവർ പോയത്, ഇനി എന്താണ് അവർ ചെയ്യേണ്ടത്, ഒന്നും അറിയാത്ത രൂപത്തിൽ ഈ മിനയുടെ പരിസര പ്രദേശങ്ങളിലും അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് കണ്ണിലൂടെ കണ്ണുനീറുകൾ വാർത്ത് വളരെയധികം വിഷമിക്കുന്ന ഒരുപാട് വയസ്സായ ഉമ്മമാരെ കാണാം. അതുകൊണ്ട് ഹജ്ജിന് നിങ്ങൾ ഉമ്മമാരെ ഒറ്റക്ക് പറഞ്ഞേക്കരുത്, നിങ്ങൾ കൂടെ വരണം. നിങ്ങൾ ഉമ്മാന്റെ കൂടെ വന്നിട്ട് ഹജ്ജ് ചെയ്ത് ഉമ്മാക്ക് ഹജ്ജ് ചെയ്ത് കൊടുക്കണം. അതിനേക്കാളും വലിയ കൂലി എന്താ ഉള്ളത്? ആ ഉമ്മാനൊന്ന് വീൽ ചെയറിലൊക്കെ ഇരുത്തിയിട്ട് ഒന്ന് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തയ്യാറാകണമെന്നാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിവും ശക്തിയും ഒന്നുമില്ലാത്ത പ്രായാധിക്യമായ ഉമ്മമാര് ഒറ്റയ്ക്ക് ഒരിക്കലും മഹ്റമൊന്നും ഇല്ലാണ്ട് കൂടെ ഭർത്താവോ അല്ലെങ്കിൽ മകനോ അല്ലെങ്കിൽ അതിന് കഴിവുള്ള മക്കളോ പേരക്കുട്ടികളോ ആരുമില്ലാതെ ഒരിക്കലും ഹജ്ജിന് വരരുത്. കാര്യം എല്ലാവരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടു നിൽക്കാനും കാണാനും നമുക്ക് സാധിക്കുന്നില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ സേവനങ്ങളൊക്കെ ഞാൻ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആളുകളൊക്കെ ഞാനും കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏതായിരുന്നാലും ഹാജിമാരൊക്കെ അത് കണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈ മിനയിൽ